കോഴിക്കോട് തൊട്ടിൽപ്പാലം ചൂരണിയിൽ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. കാട്ടാന ശല്യത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധവും ഇപ്പോൾ തുടരുകയാണ്. ദൃശ്യങ്ങൾ കാണും. ഈ സ്ഥലത്തൊന്നും എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? ഇവിടെ വന്ന ആറാർട്ടിക്കാരുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്കറിയത്തില്ല, മേലധികാരികൾ പറയുന്നു. ഈ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് അവരോട് പറയാൻ പറ്റും. ഒരു നടപടി ഉണ്ടാകുന്നവരെ ഞങ്ങൾ ഇവിടെ തുടർന്ന് നിൽക്കും. അത് യാതൊരു സംശയമില്ല. ഞങ്ങൾ അത് ശക്തമായ തീരുമാനം തന്നെയാണ്. ഞങ്ങൾ ജനപ്രതിനിധികളായി ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. പിടിക്കും ഇതിന്റെ തീരുമാനം എന്താണോ അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനം. ചർച്ച തീരുമാനമാണ്. എന്താ വെച്ചാൽ ഏത് സമയത്ത് ആന വന്ന് വരയ്ക്കാത്ത കയറുന്നത്. രാഹുൽ, പ്രദേശവാസികളുടെ നെട്ടോട്ടമാണ് കാണുന്നത്. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് വനം വകുപ്പും ബന്ധപ്പെട്ട അധികൃതരുമാണ്. ആന ഇപ്പോഴും ഈ പ്രദേശത്ത് തന്നെ തുടരുകയാണോ ഈ രാത്രിയിലും? പ്രതീക്ഷ, ആനിപ്പോഴും വീടുകൾക്ക് സമീപം തന്നെ തുടരുകയാണ്. ജനങ്ങളാകട്ടെ സംഘടിച്ച് റോഡിലേക്ക് ഇറങ്ങി ഇവിടെ ഒരു പ്രതിഷേധ സൂചകമായി തന്നെ നിൽക്കുകയാണ്. വനംവകുപ്പിൻ്റെ സംഘം, ഉത്തരവാദിത്തപ്പെട്ട സംഘം സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് അവർക്കുള്ളത്. രാവിലെ മുതൽ ആനയുണ്ടല്ലോ. രാവിലെ 6 മണി മുതൽ ഇവിടെ ആനയുണ്ട് എന്നുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ച ഇപ്പം 13 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടെ എത്തിയിട്ടില്ല. ഇവിടുത്തെ കർഷകന് പുല്ല് വിലയും കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് 6 മണി തൊട്ട് ഈ പ്രദേശത്തുള്ള 100-200ഓളം ആളുകൾ ഈ ആനയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് പോകാതെ അവർക്ക് പിടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഇന്ന് ഈ നേരമായിട്ടും ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടെ എത്തിയിട്ടില്ല. DF എത്തിയിട്ടില്ല, റേഞ്ചർ എത്തിയിട്ടില്ല, ഫോറസ്റ്റർ എത്തിയിട്ടില്ല. ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കാലം ഇരിക്കുന്നത്? ഇവിടെ ഒരാൾ മരിക്കണോ? ഇനി ഈ 6 ആളുകളെ ആക്രമിച്ച ആനയാണ് ഇന്നിപ്പോൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം 13 മണിക്കൂറായി ജനവാസ കേന്ദ്രത്തിൽ ആന കറങ്ങി നടക്കുന്നു. ഫോറസ്റ്റിന്റെ വണ്ടി ഇപ്പോൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെയുള്ള ആൾ 2-3 വീടിന്റെ അകത്ത് കയറി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റ് മനുഷ്യന്റെ ജീവന് പുല്ല് വിലയും കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളുള്ളത്. ഇപ്പൊ ഇനി ഇതിനകത്ത് വരുന്നില്ലെങ്കിൽ ഒരു മണിക്കൂറും കൂടി നോക്കും. ഇനി ഇത് ചെയ്യുന്നില്ലെങ്കിൽ വയനാട് ചുരം തീർച്ചയായിട്ടും പരമാവധി ആളുകളെ ഇറക്കി ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകാണ്ട് ഇവിടെ വന്ന ഒറ്റ ഉദ്യോഗസ്ഥരെയും വിടുന്നതായിരിക്കില്ല. നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ആനേനെ എത്രയും പെട്ടെന്ന് രാവിലെ മുതൽ ഞങ്ങൾ എല്ലാവരും വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്മാർ അതിന് നടപടിയായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇതെന്ത് മനുഷ്യന് ഒരു വിലയില്ല. മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും 5 ലക്ഷം 10 ലക്ഷം അവർ തരും. അത് പറയുന്നത് ഒരു ജനതയുടെ പ്രശ്നമാണ്, വികാരമാണ്. അത് മനസ്സിലാക്കി വേണം. നേരത്തെ ആ വ്യക്തി ചോദിച്ചതുപോലെ തന്നെ ഞങ്ങളൊരു ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അധികാരികൾ വരുവോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അടിയന്തര ഇടപെടാണ് ഈ വിഷയത്തിൽ വേണ്ടത്.